പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നും തൽക്കാലം ടോൾ പിരിക്കില്ല. ഇന്ന് രാവിലെ 10 മണി മുതൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനായിരുന്നു കരാർ കമ്പനിയുടെ നീക്കം. CPIMന്റെയും DYFIയുടെയും നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്നാണ് കരാർ കമ്പനിയുടെ തീരുമാനത്തിലുള്ള മാറ്റം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പ്രദേശവാസികളുടെ ടോൾ പിരിവിൽ നിന്ന് പിന്മാറി പന്നിയങ്കര ടോൾ പ്ലാസയിലെ കരാർ കമ്പനി. ഇന്ന് രാവിലെ 10 മണി മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനായിരുന്നു നീക്കം. CPIMും DYFIയും അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനകീയ മുന്നണികളുടെയും പ്രതിഷേധവും ടോൾ പിരിവിനെതിരെ ശക്തമായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ അടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചത്. പ്രദേശവാസികൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്തിയാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റിന്റെ നല്ല പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരിവിടേക്ക് എത്തിയത്. ആ ധിക്കാരമാണ് ഇപ്പോഴും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ജനങ്ങളെ ഒക്കെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി എങ്ങനെയും അവരെ പിഴിഞ്ഞ് കാശുണ്ടാക്കാം, അതിന് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് കിട്ടും എന്ന ഒരു ഹുങ്കും ധിക്കാരവുമാണ് ഇപ്പോൾ ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹുങ്കിൻ്റെ മുമ്പിൽ കീഴടങ്ങാൻ ഈ പ്രദേശത്തെ ജനങ്ങൾ തയ്യാറല്ല. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല. ജനങ്ങളാകെ ഒന്നിച്ച് ഇതിനോടൊപ്പം അണിനിരക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിലെ MLAമാരുമായി നാളെ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും. ടോൾ ആരംഭിച്ച കാലം മുതൽ കിഴക്കഞ്ചേരി, വണ്ടാഴി, പാണഞ്ചേരി, വടക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട് പഞ്ചായത്തുകളിലുള്ളവർക്ക് പന്നിയങ്കരയിലൂടെ യാത്ര സൗജന്യമാണ്. ഇത് തുടരണമെന്നാണ് ആവശ്യം. കൈരളി ന്യൂസ്, പാലക്കാട്.